വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഗാർലിക് ചിക്കൻ ആണ്. ഇത് നാൻ, ഫ്രൈഡ് റൈസ് എല്ലാത്തിൻ്റെയും കൂടെ ഒരു നല്ല കോമ്പിനേഷൻ ആയിരിക്കും. അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായി ഞാൻ 500 ഗ്രാം ബോൺലെസ് ചിക്കൻ കഴുകി വൃത്തിയാക്കി വെച്ചതെടുത്തിട്ടുണ്ട്. ബോൺലെസ് അല്ലാത്ത ചിക്കനും എടുക്കാം. ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പ്, 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 1.5 ടീസ്പൂൺ ലെമൺ ജ്യൂസ് ചേർത്ത് നന്നായി മിക്സ് ചെയ്യാം. നന്നായി മിക്സ് ചെയ്ത ചിക്കനെ അരമണിക്കൂർ ഫ്രീസറിൽ വെക്കാം. അരമണിക്കൂറിന് ശേഷം ചിക്കനെ ഫ്രീസറിൽ നിന്ന് പുറത്തെടുത്ത് 2.5 ടേബിൾ സ്പൂൺ വീതം മൈദ, കോൺഫ്ലവർ ചേർത്ത് നന്നായി മിക്സ് ചെയ്യാം. മിക്സ് ചെയ്യുന്ന സമയത്ത് മൈദയും കോൺഫ്ലവറും ചിക്കനിലേക്ക് നന്നായി കോട്ടാവണം. ഇപ്പം ചിക്കൻ നന്നായി മിക്സ് ആയിട്ടുണ്ട്. അതിനെ ഞങ്ങൾക്കിനി ഫ്രൈ ചെയ്തെടുക്കാം. അതിനായി ഒരു പാൻ ചൂടാക്കാൻ വെക്കാം. അതിനുശേഷം ഇതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്യേണ്ടത്, വെളിച്ചെണ്ണ യൂസ് ചെയ്യരുത്. ചൂടായ എണ്ണയിലോട്ട് ചിക്കൻ ഓരോന്നായി ഇട്ട് കൊടുത്ത് നന്നായി ഫ്രൈ ചെയ്യാം. ഇതിനെ മീഡിയം ഫ്ലെയിമിലിട്ട് തിരിച്ചും മറിച്ചും ഇട്ടുകൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പം ചിക്കൻ നന്നായി ഫ്രൈ ആയിട്ടുണ്ട്. ഇതിനെ ഒരു പ്ലേറ്റിലേക്ക് എടുത്ത് മാറ്റി വെക്കാം. അതിനുശേഷം ഞങ്ങൾക്ക് ഗ്രേവി തയ്യാറാക്കാം. അതിനുവേണ്ടി ഒരു ബൗളിൽ 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ, 1 കപ്പ് വെള്ളം ചേർത്ത് നന്നായി മിക്സ് ചെയ്യാം. ഗ്രേവി ഉണ്ടാക്കാനുള്ള പാത്രം അടുപ്പത്ത് വെച്ച് നന്നായി ചൂടാക്കാം. പാൻ ചൂടായാൽ നേരത്തെ ചിക്കൻ ഫ്രൈ ചെയ്ത എണ്ണയിൽ നിന്ന് 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. കൂടെ തന്നെ ചിക്കന് നല്ല ഷൈനിന് വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂൺ നല്ലെണ്ണ ചേർത്ത് കൊടുക്കാം. എണ്ണ ചൂടായതിനു ശേഷം ഇതിലോട്ട് 2 ടേബിൾ സ്പൂൺ ചോപ്പ് ചെയ്ത വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ സ്പ്രിംഗ് അനിയൻസിന്റെ വൈറ്റ് പാർട്ട് ചോപ്പ് ചെയ്തത് 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. ഇതിനെ നന്നായി സോട്ടേ ചെയ്യാം. വെളുത്തുള്ളി നന്നായി മൂത്തതിനു ശേഷം ഇതിലേക്ക് 1.5 ടീസ്പൂൺ മുളകുപൊടി ചേർത്ത് കൊടുക്കാം. മുളകുപൊടിന്റെ റോ സ്മെൽ മാറുന്നവരെ ഇതിനെ നന്നായി സോട്ടേ ചെയ്തെടുക്കാം. റോ ടേസ്റ്റ് മാറിയതിനു ശേഷം ഇതിലോട്ട് സോസുകൾ ചേർത്ത് കൊടുക്കാം. ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ സോയ സോസ്, 1.5 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കാം. കൂടെ 1.5 ടീസ്പൂൺ വിനീഗർ ചേർത്ത് കൊടുത്ത് നന്നായി മിക്സ് ചെയ്യാം.
ഇതിലോട്ട് നേരത്തെ പ്രിപ്പയർ ചെയ്തു വെച്ച കോൺഫ്ലവർ മിക്സും 1 കപ്പ് വെള്ളവും ചേർത്ത് കൊടുക്കാം. ഇതിനെ നന്നായി മിക്സ് ചെയ്യണം, കാരണം കോൺഫ്ലവർ പെട്ടെന്ന് കട്ടിയാകും. കോൺഫ്ലവർ നന്നായി വെന്തതിനു ശേഷം ഇതിലോട്ട് 1 ക്യാരറ്റ് നീളത്തിൽ മുറിച്ചതും 1 ക്യാപ്സിക്കം ക്യൂബായി കട്ട് ചെയ്തതും 1/2 കപ്പ് സ്പ്രിംഗ് അനിയനും ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. നന്നായി മിക്സ് ചെയ്തതിനു ശേഷം നേരത്തെ ഫ്രൈ ചെയ്ത് മാറ്റിവെച്ച ചിക്കൻ ചേർത്ത് കൊടുക്കാം. ചിക്കനും സോസും നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ഞങ്ങൾ ഉപ്പ് ചേർക്കുന്നില്ല, കാരണം സോസസിൽ ഉപ്പുണ്ട്, പിന്നെ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുമ്പോഴും ഉപ്പ് ചേർത്തിട്ടുണ്ട്. നോക്കിയിട്ട് വേണമെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ചിക്കനിലോട്ട് സോസുകൾ പിടിക്കാൻ വേണ്ടിയിട്ട് മൂടി വെച്ച് 5 മിനിറ്റ് കുക്ക് ചെയ്യാം. ഈ ഗാർലിക് ചിക്കനിൽ നിങ്ങൾക്ക് റെഡ് കളർ വേണമെന്നുണ്ടെങ്കിൽ റെഡ് ഫുഡ് കളറിംഗ് ആഡ് ചെയ്ത് കൊടുക്കാം. അഞ്ച് മിനിറ്റിന് ശേഷം കുറച്ച് സ്പ്രിംഗ് അനിയൻസ് ഇതിന്റെ മേലെ സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കാം. അങ്ങനെ ഞങ്ങളുടെ ഗാർലിക് ചിക്കൻ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതിന് കുറച്ച് കൂടുതൽ ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ വെള്ളം ആഡ് ചെയ്യുന്ന സമയത്ത് കുറച്ച് കൂടുതൽ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. ഈ വീഡിയോനെ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണം. ബൈ.